യാത്രയുടെ ദൂരം എന്താ? നിന്റെ ജീവിതത്തിന്റെ ആയുസ്സാണ് യാത്രയുടെ ദൂരം. നിന്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം നിന്റെ ആയുസ്സാണ്. നിന്റെ ഓരോ ദിവസങ്ങളും നിന്റെ ഓരോ രാത്രികളും ഓരോ മൈലുകളാണ്. ആ മൈലുകളെ മറികടന്നിട്ട് നീ മരണത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടൊരിക്കലും ബർത്ത്ഡേകൾ ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ല, ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ല. എങ്ങനെയാണ് ആഘോഷിക്കുക? പക്ഷേ ഈ ന്യൂ ഇയറും ഈ ആഘോഷങ്ങൾക്കും പകരം നമ്മൾ ആലോചിക്കണം, 2016 ഡിസംബർ 31 രാത്രി നേരെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ വർഷത്തിൽ ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്? ഈ വർഷത്തിൽ എന്ത് നന്മയാണ് ഞാൻ ചെയ്തത്? 2015 എന്ത് നന്മയാണ് 2016 ഞാൻ കൂടുതൽ ചെയ്തത്? കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു ഖത്തം ഖുർആനെങ്കിലും ഞാൻ കൂടുതൽ ഓതിയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെക്കാൾ എന്റെ പാപം ഞാൻ കുറച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആലോചിച്ചൊരു ഫ്ലാഷ് ബാക്ക് എന്നോണം നമ്മൾ ഡിസംബർ 31 ആകുമ്പോൾ ജനുവരി മുതൽ ഒരു വർഷത്തെ കാലയളവ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹിസാബ് ചെയ്യേണ്ട ദിവസമാണ്, ആഘോഷിക്കേണ്ട ദിവസമല്ല. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, രാത്രിയുടെ സമയമായാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആവശ്യം? മയ്യസ്അലുനി, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്. ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? ചോദിച്ചാൽ അവന് ഞാൻ നൽകാം. രാത്രി ചോദിക്കുക, ആവശ്യമുണ്ടെങ്കിൽ റബ്ബിനോട് ചോദിക്കുക, അള്ളാഹു തരും, അള്ളാഹു തരും ഇൻഷാ അല്ലാഹ്. റബ്ബിനോട് ചോദിക്കുക, അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. ആർക്കെങ്കിലും പാപമോചനം തേടാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല കടന്നു വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവ, ഒരു മുസ്ലിം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഒരു മുസ്ലിം ദുആ ചെയ്താൽ, പ്രാർത്ഥന നമ്മുടെ ആയുധമാണല്ലോ, പ്രാർത്ഥനയിലാണല്ലോ പരിഹാരമുള്ളത്. ആളുകളുടെ മുമ്പിൽ ബെഗ് ചെയ്യുന്നതിലല്ല, ആളുകളോട് യാചിക്കുന്നതിലല്ല, നാട്ടുകാരോട് വിഷമം പറയുന്നതിലല്ല. പ്രാർത്ഥനയാണ് മുഅ്മിനിന്റെ ആയുധം. അതാണ് അദ്ദുആഉ വൽ ഇബാദ. പ്രാർത്ഥന അത് ആരാധനയാണ്, പ്രാർത്ഥന അത് ആരാധനയാണ്. അല്ല, അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ്, ആരാധനയുടെ അടിസ്ഥാനമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. അല്ലല്ല, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധന തന്നെ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന വഴി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമി യദ്ഉ ബിദഅവ, ഒരു മുസ്ലിം ഒരു ദുആ ചെയ്താൽ, ലൈസ ഫീഹാ ഇസ്മു വലാ ഖതീഅതു റഹിം. നിങ്ങൾ ദുആയിൽ എന്താ ദുആയിലുള്ളത്? അല്ലാഹുവേ എനിക്ക് കള്ളു കുടിക്കാൻ ഒരു അവസരം തരണേ റബ്ബേ. അത് പറ്റൂല. അല്ലാഹുവേ നാലൊരു പെണ്ണിനെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, അവിടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു അവസരം തരണം അല്ലാഹ്. അത് പറ്റൂല, തെറ്റാണ്. ലൈസ ഫീഹാ ഇസ്മുൻ, ദുആയിലൊരു തെറ്റ്, തിന്മ ചോദിച്ച പടച്ചോൻ ഉത്തരം തരൂല. നിങ്ങൾ ചോദിക്കാൻ, അല്ലാഹുവേ അപ്പുറത്തെ വീട് കുറച്ച് വലിയ വീടാണല്ലോ, അയാൾക്ക് എന്തെങ്കിലും ഒരു തകർച്ച നീ കൊടുക്കണേ റബ്ബേ, അയാളുടെ ബിസിനസ് നീ തകർക്കുക. തെറ്റാണ്, അതും ആക്കി ഇത്തരം കിട്ടൂല. കുടുംബ ബന്ധം മുറിയുന്ന ഒരു കാര്യവുമായിട്ടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ എന്റെ ഇന്നാലിന്ന ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് നീ അപകടം നൽകണേ അല്ലാഹ്. കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയമാണ് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു ഉത്തരം തരൂല. ഈ രണ്ട് കാര്യം ദുആയിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ തിന്മയോ അല്ലാഹുവോട് ചോദിക്കാതെ ഈ രണ്ട് കാര്യം, ഒന്ന് നമ്മുടെ ദുആയിൽ എന്തുണ്ടാവാൻ പാടില്ല? കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയം ഉണ്ടാവാനേ പാടില്ല. കുടുംബ ബന്ധം വലിയൊരു വിഷയമാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് പോലും ലഭിക്കൂല. അപ്പൊ ഇവിടേക്ക് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട്, പതിനായിരങ്ങളും ആയിരങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നത് എന്തിനാണത്? അതവർ ചെയ്യാൻ കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണമെന്നുള്ള താല്പര്യമാണ്. അല്ലേ? സ്ഥാപനത്തിന് വേണ്ടി സമയവും തന്റെ സമ്പാദ്യവും എല്ലാം ചെലവഴിച്ച ആളുകളിൽ ഇവിടെ എത്ര ആളുകളുണ്ട്? പേരെടുത്ത് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മുടെ ഉസ്താദൊക്കെ വാർദ്ധക്യ സമയത്ത് പോലും ഇതിനു വേണ്ടി ഒടിച്ചാടി നടക്കാണ്.
അതുപോലെ ഒരുപാട് പിന്നെ ബിസിനസ്സുകാർ അവരുടെ സമ്പാദ്യങ്ങൾ അവർ ഒഴിവാക്കി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. എന്തിനാണത്? അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ഒരു വിഷയം നമ്മൾ ചോദിക്കാൻ പാടില്ല. കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്തും ലഭിക്കൂല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് അല്പം മാറി നിന്ന് ദുആ ചെയ്താൽ മതി. എന്റെ ജീവിതത്തിൽ 3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 അനുഭവങ്ങൾ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്വഹാബാക്കളോട് പറയുകയുണ്ടായി, കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഇവിടെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിലിരിക്കാൻ പാടില്ല, ഇവിടെ നിന്ന് എണീറ്റു പോവണേ. കുടുംബബന്ധം പിണങ്ങാന്ന് പറഞ്ഞാല് മാതാപിതാക്കളോട് പിണങ്ങ, ഭാര്യയോട് ഭർത്താക്കന്മാരോട് പിണങ്ങ, മൂച്ചാപ്പമാരളാപ്പമാരോട് പിണങ്ങ, ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങുക. ഇങ്ങനെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തവർ ഇവിടെ നിന്ന് എണീറ്റു പോകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി എണീറ്റു പോയത്. നബി തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ സ്വഹാബി സദസ്സിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബിയെ വിളിച്ചത്. എവിടേക്കാണ് താങ്കൾ പോയത്? നിങ്ങൾ എണീറ്റ് പോകുന്നത് കാണാനിടയായി. എങ്ങോട്ടാണ് നിങ്ങൾ പോയത്? അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ കുടുംബത്തിലെ ഒരു ആളുമായി, എന്റെ കുടുംബത്തിലെ ഒരു സഹോദരനുമായി വർഷങ്ങളായി ഞാൻ പിണങ്ങിയിരിക്കുകയാണ്. സംസാരിക്കാതെ, ബന്ധമില്ലാതെ, യാതൊരു ബന്ധമില്ലാതെ പിണങ്ങി നിൽക്കുന്ന എനിക്ക് അങ്ങത് പറഞ്ഞപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സദസ്സിൽ നിന്ന് എണീറ്റുകൊണ്ട് എന്റെ കുടുംബക്കാരിയുടെ വീട്ടിലേക്ക് ചെന്ന് സലാം പറഞ്ഞ് ഞാൻ സംസാരിച്ച് മടങ്ങി വന്നതാണ്. നബി തങ്ങൾ അയാളെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ അവിടേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല. തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് പോവല എന്നുള്ളത്. അല്ലെങ്കിൽ മനസ്സിലൊരു നിയത്ത് വെക്ക, ഞാൻ പിണങ്ങുന്നില്ല ആരോടും, ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തന്നെ ഞാൻ സലാം പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറാണ്. അങ്ങനൊരു നിയത്ത് മനസ്സിൽ വെക്കുക. ഇല്ലെങ്കിൽ ദുആ ചെയ്തിട്ട് ഇങ്ങനെ ദുആ ചെയ്യുക. അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് ഉത്തരം കിട്ടുക? ഉത്തരം കിട്ടൂല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എന്നല്ല എവിടെയാണെങ്കിലും അല്ലാഹു ബോധം നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, നിങ്ങൾ ദുആ ചെയ്താൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് അല്ലാഹു ഉത്തരം നൽകും. ചോദ്യം ഉത്തരം. മസല ചോദിക്കുന്നത് പോലെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരം. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് റബ്ബ് തരും. ഒന്നുകിൽ ഇങ്ങനെ 3 രീതിയിലാണ് മറുപടി ലഭിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് എന്റെ ഭാര്യ എന്റെ സമീപത്തേക്ക് കടന്നു വന്നത്. ഞാൻ വീട്ടിലിരിക്കാൻ, അപ്പൊ എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വലിയ പുതിയാപ്പിളായിട്ട് ഇരുന്നാ മതി, കാണുന്നില്ലേ മക്കളൊക്കെ പട്ടിണി കിടക്കുന്നത് കാണുന്നില്ലേ? ഈ പട്ടിണി കിടക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങളല്ലേ ഭക്ഷണം നൽകേണ്ടത്? നിങ്ങളല്ലേ വീട്ടിന്റെ പിതാവ്? നിങ്ങളിങ്ങനെ പുതിയാപ്പിളയായി പിതാവായിട്ടിരുന്നാ മതിയോ? മക്കൾക്ക് ഭക്ഷണമില്ലല്ലോ എന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, ഭക്ഷണം നൽകാൻ ഒന്നുമില്ല, കയ്യിൽ ക്യാഷുമില്ല, ഭക്ഷണമൊക്കെ തീർന്നു, വെള്ളമില്ല. പിന്നെ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ആലോചിക്കണേ. നമ്മുടെയൊക്കെ വീട്ടിന് എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു ഭാഗ്യമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഇതുവരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഈ സദസ്സിലുണ്ടോ ജീവിതത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്ന? ഭക്ഷണം ഇല്ലാഞ്ഞിട്ട്, ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, ഭക്ഷണം ഇല്ലാഞ്ഞിട്ട്, കഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പട്ടിണി കിടന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുണ്ടാവില്ല. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹു അനുഗ്രഹം മരണം വരെ നിലനിർത്തട്ടെ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കയ്യിലൊന്നുമില്ല. ഫതവല്ലഅതു, ഞാൻ വുളൂ ചെയ്യുകയും ആ വുളൂ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ സുഹൃത്തിനെ കുറിച്ച് ഓർമ്മയായത്. എന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മയായത്. സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിനോട് സുഹൃത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ അത് എന്നോട് പറയണമെന്ന്. ആവശ്യമുണ്ടായാൽ ഉസ്താദ് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊക്കെ ചെയ്തു തരാം. അങ്ങനെ ഇഷ്ടംപോലെ മുതലാളിമാരുണ്ട്. വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഉസ്താദുമാരോടും പാവങ്ങളോടും എല്ലാവരോടും പറയുന്ന മുതലാളിമാർ ഇഷ്ടം പോലെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുജനെ പോലെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ കണ്ടാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുണ്ടായ ഒരു മിസ് കോൾ അടിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ. ഷഖീഖുൽ ബൽഖിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സുഹൃത്ത്. തന്റെ വീട്ടിന്റെ പട്ടിണി, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളുടെയും ഭാര്യയുടെയും പ്രയാസമോർത്തപ്പോഴാണ് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ആ ഒരു ചെറുപ്പക്കാരന് ഓർമ്മയായത്. എനിക്ക് ഇന്നാലിന്ന ചങ്ങാതിയുണ്ടല്ലോ, ആ ചങ്ങാതിയോട് പറഞ്ഞാൽ പോരെ, എന്തിനാ വിഷമിക്കുന്ന, ചങ്ങാതിയോട് പറഞ്ഞാൽ പോരെ. അങ്ങനെ വുളൂ ചെയ്തു. പള്ളിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു വാക്കോർമ്മയായത്. മഹാനായ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ഹദീസോ ഒരു അസർ ഓർമ്മയായത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഫല്യബ്ദഅ ഫീഹാ ബില്ലാഹി അസ്സ വജല്ല. ജീവിതത്തിൽ ഒരാൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും അവൻ തുടങ്ങേണ്ടത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടാണ്, നാട്ടുകാരോട് പറഞ്ഞിട്ടല്ല, ചങ്ങാതിമാരോട് പറഞ്ഞിട്ടല്ല. നിങ്ങൾ ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും സദുദ്യമത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാട്ടുകാരെ പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഇറങ്ങണേ, അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചിറങ്ങണേ. അള്ളാന്റെ സഹായം അത് തീരുന്നത് വരെ ഉണ്ടാവും. നാട്ടുകാരെ ഏൽപ്പിച്ചിറങ്ങിയ, നാട്ടുകാർ കൈവിടിഞ്ഞ അത് തകർന്ന് പാളിസായി പോകും. പടച്ചോൻ ഏൽപ്പിച്ച പടച്ചോൻ തകരൂല, അത് നിലനിൽക്കും മരണം വരെ. ആലോചിക്കുക, ഏത് വിഷയം, മകളെ കല്യാണമാണ്, ഒന്നുമില്ല, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ, റബ്ബേ എന്റെ മകളുടെ കാര്യം, എന്റെ വീടിന്റെ കാര്യം, എന്റെ കല്യാണ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. എന്നിട്ട് നാട്ടിലേക്ക് ഇറങ്ങുക, ആദ്യം റബ്ബിനെ ഏൽപ്പിക്കുക. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഓർത്ത് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് മഹാനായ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കോർമ്മയായത്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ, ഏതെങ്കിലും ഒരു സൃഷ്ടിയോടൊരു ആവശ്യമുണ്ടായാൽ ആദ്യം അയാൾ അല്ലാഹുവിനോട് പറയട്ടെ, നാട്ടുകാരോടല്ല. അത് ഓർമ്മയായപ്പോ ഞാൻ നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഞാൻ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണ് അറിയാതെ ഒരു ഉറക്ക് വരുന്നത്. എനിക്ക് അറിയാതെ ഒരു ഉറക്ക്, ഞാനിങ്ങനെ ആടിപ്പോയി, അത്തഹിയ്യാത്തിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കിലാണ് എന്നെ ഒരാൾ കടന്നു വന്ന് വിളിക്കുന്നത്, നീ യാ ഷഖീഖ്, ഷഖീഖേ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോൾ ആ ആവശ്യം ആദ്യം മനുഷ്യന്മാരിലേക്ക് ഇറക്കുക, പിന്നെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുകയോ. അദ്ദേഹം അത്തഹിയ്യാത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഉറക്കം വരുന്നത് പോലെ അപ്പൊ ഒരാളോട് വിളിക്കുന്നുണ്ട്, യാ ഷഖീഖ്, നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായപ്പോ ആദ്യം റബ്ബിനെ മറന്നിട്ട് അടിമകളെ ഓർക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഞെട്ടി. അദ്ദേഹം പിന്നെ താൻ ഉദ്ദേശിച്ച സുഹൃത്തിനോട് പറയുന്നത് വേണ്ട, തന്റെ സുഹൃത്തിനോട് പറയുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചു. പള്ളിയിൽ തന്നെ ഇരുന്നു ഇശാഇന്റെ സമയം വരെ. വീട്ടിൽ പോയാൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും, പ്രശ്നമുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് വീട്ടിലേക്ക് പോവാതെ ഇശാ നിസ്കാരം വരെ പള്ളിയിലിരുന്നു. എന്നിട്ട് ആരെയാണോ ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ സമീപത്തേക്ക് പോവാതെ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് എന്റെ സമീപത്തേക്ക് എന്റെ മകൾ കടന്നു വരുന്നത്. എന്റെ സുഹൃത്തിനെ തൽക്കാലം സുഹൃത്തിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് ഒഴിവാക്കി ഞാൻ എന്റെ റബ്ബിലേക്ക് പരമേൽപ്പിച്ച് ഞാൻ ഇറങ്ങി.